സംസ്ഥാന സർക്കാരിനെതിരെ നിയമസഭയിലേക്ക് ആശാ വർക്കേഴ്സിന്റെ മാർച്ച്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തുന്ന ആശാ വർക്കേഴ്സാണ് നിയമസഭയിലേക്ക് മാർച്ച് നടത്തിയത്. സമരക്കാർക്ക് പിന്തുണയുമായി സംസ്ഥാന വ്യാപകമായി കോൺഗ്രസും ഇന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചു. ആദ്യം നമുക്ക് മാർച്ചുകളുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. സലീം മാലിക്കാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സലീം, ഇന്ന് സെക്രട്ടേറിയറ്റ് നിയമസഭാ മാർച്ച് അത് കൂടുതൽ ആശാ വർക്കേഴ്സിനെ അതിൽ അണിനിരത്താൻ കഴിഞ്ഞു എന്നാണ് സമരം നടത്തുന്നവർ അതിൽ പറഞ്ഞത്. ഇതാണ് സർക്കാർ കണ്ടോളൂ, അടിച്ചമർത്താൻ ശ്രമിക്കുന്നതിനനുസരിച്ച് ആളുകൾ സമരക്കാർക്കൊപ്പം വരും എന്നാണ് പ്രതിഷേധക്കാർ പറഞ്ഞത്. വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു എന്ന് ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. എന്തൊക്കെയാണ് ഇന്ന് സംഭവിച്ചത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, ഹാഷ്മി, SKN. ഇന്നലെ ഈ സമയത്ത് നമ്മളിവിടെ ഇതേ വാർത്തയുമായി നിൽക്കുമ്പോൾ കനത്ത മഴയായിരുന്നു, കോരിച്ചൊരിയുന്ന മഴയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇന്ന് ചുട്ടുപൊള്ളുന്ന വെയിലാണ്. ആ ചുട്ടുപൊള്ളുന്ന വെയിലിലും കോരിച്ചൊരിയുന്ന മഴയിലും ഒന്നും ഇവരുടെ ഈ സമരവീര്യത്തെ കെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ കണ്ടതിൻ്റെ 4 ഇരട്ടി ആളുകളാണ്, 4 ഇരട്ടി പ്രതിഷേധക്കാരാണ് ഇന്ന് ആശാവർക്കർമാരുടെ സമരത്തിലേക്ക് എത്തിയത്. മാത്രമല്ല ഈ സർക്കാരും ഒപ്പം തന്നെ അനുബന്ധ സംഘടനകളും ഒക്കെ പറഞ്ഞിരുന്നത് സമരക്കാർ ആശാവർക്കർമാരെ തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെ എത്തിച്ചതാണെന്നും അവർ ഇപ്പോൾ ശരിയായി മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ 535-ലധികം ആശാവർക്കർമാർ വീണ്ടും സമരത്തിൽ നിന്ന് മാറി വീണ്ടും ഈ ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്നുള്ള കണക്കുകൾ ഉൾപ്പെടെ NHM നിരത്തിയിരുന്നു. പക്ഷേ ആ കണക്കുകളൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു ഇന്നത്തെ ഇവരുടെ നിയമസഭാ മാർച്ച്. വലിയ പങ്കാളിത്തം, 1000-ലധികം ആളുകളെ ആ സമരത്തിൽ പങ്കെടുപ്പിക്കാൻ ഇവർക്കായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല സമരത്തിൽ വലിയ വിമർശനം സർക്കാരിനെതിരെ സമരക്കാർ ഉയർത്തുകയും ചെയ്തു. മാത്രമല്ല സമരം ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതിന്റെ തെളിവാണ് ഈ ആൾക്കൂട്ടം എന്നായിരുന്നു അവരുടെ ഓരോരുത്തരുടെയും പ്രതികരണവും. മാത്രമല്ല ഇതേ സമയത്ത് തന്നെ ഇവർ ഈ സെക്രട്ടേറിയറ്റ് പടിക്കലിൽ നിന്നും നിയമസഭയിലേക്ക് മാർച്ച് ആരംഭിക്കുന്ന അതേ സമയത്ത് തന്നെ കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചും ഇവിടേക്ക് വന്നിരുന്നു. അങ്ങനെ കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ഈ ആശാവർക്കർമാരെ അഭിവാദ്യം അർപ്പിച്ചതിന് ശേഷമാണ് ഇവർ നിയമസഭയിലേക്ക് മാർച്ചുമായി പോയത്. കോൺഗ്രസിന്റെ മാർച്ച് VD സതീശനാണ് ഉദ്ഘാടനം ചെയ്തത്. വലിയ രൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ ഉയർത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ പിന്നീട് പല ജില്ലകളിൽ നിന്നും സംസ്ഥാനത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും വന്ന ആശാവർക്കർമാരുമായി ഇവർ നിയമസഭയിലേക്ക് മാർച്ച് നടത്തി. നേരത്തെ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലൊക്കെ വലിയ സംഘർഷമുണ്ടായിരുന്നു. അന്ന് തന്നെ ആശാവർക്കർമാർ അത്തരത്തിലുള്ള സംഘർഷം നടത്തുന്ന മാർച്ചുകളെ തള്ളിപ്പറഞ്ഞിരുന്നു. ഇന്ന് നിയമസഭയിലേക്ക് ഇവർ മാർച്ച് നടത്തുമ്പോഴും സംഘർഷമൊന്നും ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ബാരിക്കേഡ് വെച്ച് ആ മാർച്ച് തടഞ്ഞിരുന്നെങ്കിലും ബാരിക്കേഡിനെ തൊട്ട് മുൻപിൽ വെച്ച് തന്നെ ആ സമരം നിർത്തി അവർ ആ നിലയിൽ കൂടിയൊരു മാതൃക കാണിക്കുകയും ചെയ്തു. വലിയ പോലീസ് സന്നാഹത്തെ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിച്ചിരുന്നു. ഈ മാർച്ച് നിയന്ത്രിക്കാനൊക്കെയായി വലിയ പോലീസ് സന്നാഹത്തെയും നിയന്ത്രിച്ചിരുന്നു. ഏറ്റവും ഒടുവിലായി ഈ സമരക്കാർ ഉയർത്തുന്ന 2 ആവശ്യം, അത് ഒന്ന് ഓണറേറിയ വർധനയാണ്. രണ്ടാമത്തെ ആവശ്യം ഈ വിരമിക്കൽ ആനുകൂല്യം നൽകുക, 5 ലക്ഷം രൂപ നൽകുക എന്നുള്ളതാണ്. ബാക്കി ഏറെക്കുറെ ആനുകൂല്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇവരുടെ ആവശ്യങ്ങളൊക്കെ സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. അത് തന്നെ ആദ്യഘട്ടത്തിൽ ഇവർക്ക് നേരെ പരിഹാസവും പിന്നാലെ ഭീഷണിയും അതിനുശേഷം ഇപ്പോൾ അവഗണനയും എന്നതൊക്കെയാണ് സർക്കാരിന്റെ രീതി. പക്ഷേ അതിനിടയിലും ഈ സമരവീര്യം കാണാതിരിക്കാൻ സർക്കാരിനും കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ മാർച്ചിൽ പണം ഈ സമരം നടക്കുന്നതിന്റെ തുക ഉൾപ്പെടെ അനുവദിച്ച് ഓണറേറിയം ഉൾപ്പെടെ അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്നത്തെ മാർച്ചിൽ പങ്കെടുത്ത് വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നല്ലോ. ശരിക്കും ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. ശരിക്കും ഞങ്ങൾ എല്ലാവരും ആശാവർക്കർ തന്നെ ഞങ്ങൾ ബാഡ്ജ് ഇട്ടുകൊണ്ട് തന്നെ പങ്കെടുത്തത്. അതെ SKN, അതായത് ഈ CITUവിന്റെ മാർച്ചിനെ ആശാവർക്കർമാരെ അല്ലാതെ ചിലരെ പങ്കെടുപ്പിച്ചു എന്നൊരു ആക്ഷേപം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവർ നടത്തിയ സമരത്തിൽ ബാഡ്ജ് ധരിച്ചുകൊണ്ടായിരുന്നു ഈ മാർച്ചിൽ എല്ലാവരും പങ്കെടുത്തതും. SKN.